2022 തമിഴ് സിനിമ കണ്ട ഏറ്റവും വലിയൊരു മാസ് മൊമെന്റ് ആയിരുന്നു LCU. കൈദി എന്ന ലോകേഷിന്റെ കിടിലം പടമായിട്ട് കമലഹാസന്റെ വിക്രം സിനിമയെ കണക്ട് ചെയ്ത് അതിനൊരു യൂണിവേഴ്സ് ആക്കി ഒരു കൊലകൊല്ലി വില്ലനെയും തുറന്നങ്ങിട്ട്. ഈ പോസ്റ്റ് ക്രെഡിറ്റ് ക്യാമിയോ ഒക്കെ തുടക്കം കുറിച്ചത് ഈ പടത്തിൽ നിന്നായിരുന്നു. റോളക്സ് ഇത്രയും ഹെവി ആവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. സൂര്യയുടെ കാര്യം എടുത്താൽ പുള്ളി മുമ്പും വില്ലൻ വേഷമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ കുറച്ച് ഡാർക്ക് പിടിച്ചൊരു വില്ലനായിരുന്നു റോളക്സ്. ഇത്രയും വലിയൊരു ആക്ടർ ഇതുപോലൊരു പടത്തിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ വില്ലനായി വരുന്നു എന്ന് പറയുമ്പോൾ അതിനു മുകളിൽ വേറൊന്നുമില്ല. ആ ഒരു കാര്യത്തില് ലോകേഷൊക്കെ വൻ കത്തിക്കലായിരുന്നു. LCUലെ പവർ ഹൗസ് അത് എന്തൊക്കെ പറഞ്ഞാലും റോളക്സ് തന്നെയാണ്. ഈ ഒരു യൂണിവേഴ്സിന്റെ ഹൈപ്പിംഗ് ഫാക്ടറും റോളക്സ് ആണ്. ഇത്രയും വലിയ നായകന്മാർ വന്ന് നിൽക്കുമ്പോൾ അവർക്കെല്ലാം കൂടി ഒരേ ഒരു വില്ലൻ കിടിലം പരിപാടിയായിരുന്നു. അങ്ങനെ കൈദിയിൽ ആരംഭിച്ച് വിക്രമിലൂടെ കത്തിക്കേറി നിൽക്കുന്ന ടൈമിലാണ് ഈ യൂണിവേഴ്സിലേക്ക് എല്ലാ പ്രഡിക്ഷൻസിനെ അടിച്ച് പറത്തിക്കൊണ്ട് ലോകേഷ് ആ ഒരു അനൗൺസ്മെന്റ് നടത്തുന്നത്. ലിയോ പിന്നീട് ഇങ്ങോട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ ആയിരുന്നു ഒരു ടൈം. അങ്ങനെ LCUവിലടുത്ത് കൈദി 2, വിക്രം 2, റോളക്സ്, ലിയോ 2 അങ്ങനെ ലോകേഷ് നേരത്തെ പിടിച്ച് ഓരോന്ന് പ്രഖ്യാപിച്ചെങ്കിലും വരുമെന്നുറപ്പുള്ള ഒരേ ഒരു പടം അത് കൈദി 2 ആണ്. അത് എന്തായാലും സംഭവിക്കാതിരിക്കത്തില്ല. എന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് വേറെ 2 പ്രോജക്റ്റുകൾക്കാണ്. അതിലൊന്ന് സൂര്യയുടെ ലീഡിൽ വരുന്ന റോളക്സിന്റെ ഒരു സ്റ്റാൻഡ് അലോൺ സിനിമയും പിന്നെ വിജയുടെ ലിയോ 2. ലിയോ കൂടി LCUവിലേക്ക് വന്നപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചു. വിജയുടെ ഒരു മൾട്ടി സ്റ്റാർ പടം, അതും ഇതുപോലൊരു യൂണിവേഴ്സ്, പിന്നെ വർഷങ്ങൾക്ക് ശേഷം സൂര്യയും വിജയും ഒരുമിച്ചൊരു പടത്തിൽ കാണാം. അങ്ങനെ എക്സ്പെക്ടേഷൻസ് ഒക്കെ അങ്ങ് വൻ ഹൈ ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 2 പടങ്ങളും നടക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. റോളക്സിന് പിന്നെയും സാധ്യതയുണ്ട്, ലാഗ് അടിക്കുമെന്ന് മാത്രം. നമ്മൾക്ക് ആദ്യം റോളക്സിലേക്ക് വരാം. വിക്രത്തിന് ശേഷം ഫാൻസ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് റോളക്സിന്റെ ഒരു സ്പിൻ ഓഫ് പടമായിരുന്നു. ഫാൻസിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ലോകേഷിനെ കുത്തിപ്പൊക്കിയതാ. അങ്ങനെ പിന്നീട് റോളക്സ് സ്റ്റാൻഡലോൺ പടത്തിന്റെ ഭാഗത്ത് നിന്ന് കുറെ അപ്ഡേറ്റുകൾ വന്നു. 2026 കൈദി 2 കഴിഞ്ഞ് സൂര്യയുടെ 50ാമത്തെ പടമായി റോളക്സ് വരും. അങ്ങനെ നമ്മുടെ KVN റോളക്സ് പ്രൊഡ്യൂസ് ചെയ്യും എന്നിങ്ങനെ ഒരുപാട് അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ കൈദി 2 ആയാലും ലോകേഷിന്റെ അടുത്തടുത്ത പടങ്ങളായാലും ലൈനപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ലോകേഷ് അടുത്തായി ചെയ്യുന്നത് അല്ലു അർജുൻ പടമാണ്. അത് കഴിഞ്ഞ് കൈദി 2 ആയിരിക്കും. അതും കഴിഞ്ഞ് പ്രഭാസ് ഒക്കെ ലോകേഷിന്റെ പെൻഡിങ് ലിസ്റ്റിൽ ക്യൂ ആണ്. ഇനി സൂര്യയുടെ കാര്യം എടുത്താൽ ഒരു മയമില്ലാത്ത രീതിയിലുള്ള ലൈനപ്പാണ് പുള്ളിയുടേത്. അങ്ങനെയുള്ളപ്പോ ആ ലിസ്റ്റിലും റോളക്സ് ഇല്ല. അങ്ങനെ ലോകേഷിന്റെ ലൈനപ്പ് നോക്കിയാലും സൂര്യയുടെ ലൈനപ്പ് നോക്കിയാലും ഇത് ഉടനെ ഒന്നും സംഭവിക്കില്ല. അഥവാ സംഭവിച്ചാൽ തന്നെ കുറച്ചു വർഷം കാത്തിരിക്കേണ്ടി വരും. ലോകേഷ് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് എന്ന് പറയുന്ന കൈദി 2 തന്നെ അടുത്ത വർഷം ആരംഭിച്ച 2028 റിലീസ് കാണും. അപ്പോ ഇതൊക്കെ നോ ഐഡിയ. ഇനി ലിയോ 2വിന്റെ അവസ്ഥ ഇതിലും പരിതാപകരമാണ്. ലിയോയുടെ അവസാനം ഒരു സെക്കൻഡ് പാർട്ടിനുള്ള എല്ലാ സൂചനയും കൊടുത്തുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. പക്ഷെ ലിയോ 2വിനുള്ള ഏറ്റവും വലിയ തടസ്സം വിജയ് ആണ്. വിജയ് സിനിമയൊക്കെ ഒരുവിധം ഒതുക്കി പൊളിറ്റിക്സിൽ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ലിയോ 2 സംഭവിക്കുവാണെങ്കിൽ അതുപോലൊരു സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ വിജയ്ക്ക് പഴയതുപോലെ ഇപ്പൊ ടൈമില്ല. ലോകേഷിന്റെ കാര്യമാണെങ്കിൽ പറയാതിരിക്കുന്നത് നല്ലത്. ഇനി ലിയോ 2 സംഭവിക്കാനുള്ള ഒരു സാധ്യത പുള്ളി പൂർണ്ണമായിട്ടും സിനിമയിലേക്ക് തിരിച്ചു വരണം. പുള്ളി തന്റെ തീരുമാനം മാറ്റാതെ ലിയോ 2 നടക്കില്ല. പുള്ളി സിനിമയിലേക്ക് തിരിച്ചു വരുമോ അതോ ഇലക്ഷൻ ജയിച്ച് അതുവഴി പോകുമെന്ന് മെയ് 4 അറിയാം. എന്തായാലും ജയിച്ചാലും തോറ്റാലും അവസാനമായിട്ട് ഒരു പടം എന്തായാലും കൺഫേം ആണ്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ എവിടെയൊക്കെ എത്തേണ്ടിരുന്ന സിനിമകളെ വെച്ച് പുള്ളി കളിക്കുവാണ്.